ഇത്രയും എന്താ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഞാൻ വേണ്ടാന്ന് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു. പക്ഷെ പ്രൊഡ്യൂസറിനെ നിർബന്ധം കൊണ്ട് തന്നെയാണ്. നിർബന്ധിച്ചിട്ടാണ്? അതെ, ഞാനൊരു നാടൻ പെൺകുട്ടി ആയതുകൊണ്ടും കൂടെയാണ് വളരെ ഉപയോഗിക്കണം എന്ന് നിർബന്ധിച്ചിരുന്നു. എനിക്ക് പക്ഷെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. എന്ത്? ഡ്രസ് അല്ല, ഡ്രഗ്സ്. അപ്പുറത്തോലെ ആണുങ്ങളും നിപ്പോണ്ടോ നോക്കായിരിക്കും. ചേട്ടാ നമുക്ക് പോവാനുള്ള ബസ് നോക്കിയതേട്ടാ. ഇതെന്തോ ഇത്? കണ്ണ്. അല്ലാതെ ആലിപ്പഴമൊന്നും അല്ലല്ലോ, എനിക്കറിയാൻ നോക്കാൻ. മാറി ഷീബേ, പോത്താഴം. ഒന്ന് വായിച്ചോടിയത്. ഇവിടെ ഇരിക്കുന്ന ആലിപ്പഴമൊന്നും അല്ലല്ലോ, വായിച്ചാ മതി. എനിക്കറിയാം, മലയല്ല പുഴ. പിന്നെ ഞാൻ പറഞ്ഞ പുഴയല്ല മലയെന്ന്. മലയാള പുഴ. എനിക്കറിയാം. യോ വായിക്കല്ലേ, കുന്നംകുളം. ഞാൻ അപ്പോഴേ അമ്മച്ചിയെടുത്ത് പറഞ്ഞാണ്, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടാന്ന്. എനിക്കാണ് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തത്. ചേട്ടനാണ് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. ചേട്ടന് ആകെ അറിയാന്നുള്ളത് ഏലക്ക കിലോ 180. അല്ലാതെ ചേട്ടന് വേറെ വല്ല അറിയാവോ? അതറിഞ്ഞാ മതിയടി. എന്റെ ഏലക്ക കണ്ടിട്ട് തന്നെ നിന്റെ കുടുംബക്കാര് നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നു. കാണാറുണ്ട് ഞാൻ കേട്ടോ. ആണോ? പിന്നെ ഞാൻ എപ്പോഴും കാണും. സീരിയലുകളൊക്കെ കാണുമല്ലേ? അല്ലേ, സീരിയലൊക്കെ ആര് കാണാൻ, അതൊക്കെ ആരെങ്കിലും കാണുമല്ലേ? പിന്നെ സിനിമയില് ഏതാ, ഏത് സിനിമയാ? ഞാൻ പക്ഷേ ഷോർട്ട് ഫിലിം ആണോ? ഷോർട്ട് ഫിലിം. ഞാൻ സിനിമയായിരുന്നു ആക്ച്വലി ചെയ്തിരുന്നത്. അത് എഡിറ്റ് ചെയ്ത് ഷോർട്ട് ഫിലിം ആയതാ. അങ്ങനെ ഷോർട്ട് ചെയ്തോണ്ട് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കാണാൻ പറ്റിയോ? നല്ലതായിരുന്നു കേട്ടോ. ചേച്ചിയുടെ എല്ലാ ഷോർട്ട് ഫിലിമും ഞാൻ കാണാറുണ്ട്. പിന്നെ കിട്ടാത്ത സാധനം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിട്ട് കൂട്ടുകാർ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരും. അങ്ങനെ എല്ലാം കൂടെ ഞാൻ ചേച്ചിയുടെ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിമും കളക്ട് ചെയ്ത് കയറ്റി 32 GB മെമ്മറി കാർഡ് ഇപ്പൊ പൊട്ടാറായി. അപ്പൊ വേറൊരു കാര്യം ചോദിച്ചോട്ടോ, പുതിയത് വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, പുതിയത് ഇറങ്ങിയിട്ടില്ല. ഇല്ല. എന്നാ പഴയത് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ വേറൊരു കാര്യം. നിനക്കറിയാലോ മാധവൻ മീശ പിരിച്ചാ എങ്ങനെ ഇരിക്കുന്നു? എനിക്കറിയാം, മുകളിലേക്ക് ഇന്നെ പൊങ്ങിയിരിക്കുന്നോ? എടി അതല്ല, ഞാൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ച അവരുടെ വീട്ടിൽ കയറുകയും ചെയ്യും, എന്തെങ്കിലും മുതലെടുത്തോണ്ട് വരികയും ചെയ്യും. പിന്നെ എന്നിട്ടാണല്ലോ ഇന്നലെ എന്നെ കണ്ട് മീശ ഇങ്ങനെ പിരിച്ചപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരികയും ചെയ്തു, ഉറങ്ങി കിടന്നപ്പോ നിന്റെ അരേന്ന് അരഞ്ഞാണ് കടിച്ചെടുത്തോണ്ട് വരികയും ചെയ്തതാണ്. ഓക്കെ, എന്റെ അറിഞ്ഞാണല്ല ഓടി കടിച്ചെടുത്ത് എനിക്കറിയാം, ഇത് നിന്റെ അരഞ്ഞാണം തന്നെ. എന്റെ അറിഞ്ഞാണ് പണയം വെച്ചിക്ക. പണയം വെച്ചേക്കണോ? അപ്പൊ ഇത് ആരുടെ അരഞ്ഞാണം? ഞാനിപ്പോ അതാ നോക്കുന്നത്. അങ്ങനെ പറയ്, ചുമ്മാ അല്ല അമ്മാമ്മ കിടന്ന് കറിയുന്നത് അറിഞ്ഞാലും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇത് അമ്മൂമ്മയുടെ അരഞ്ഞാണോ?